ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും വൈദികർക്കും നാട്ടുകാർക്കുമെതിരെ വനം വകുപ്പെടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധാഗ്നിയിൽ ആയിരങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തിയത്. ചെറിയ പള്ളിത്താഴത്തു നിന്ന് തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു. പ്രതിഷേധാഗ്നി കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെ വനം വകുപ്പ് എടുത്തിരിക്കുന്ന കള്ളക്കേസ് പിൻവലിക്കുകയും നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ രാജപാതയിലൂടെ താനും നടക്കുമെന്നും അതിന്റെ പേരിലുള്ള എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. 89കാരനായ പിതാവ് ഒരിക്കലും തനിച്ചാകില്ല. രൂപതയും വിശ്വാസ സമൂഹവും താനും ഒറ്റക്കെട്ടായി കൂടെയുണ്ടാകും. അത് അറസ്റ്റ് വരിക്കാനാണെങ്കിലും ജയിലിലേക്കാണെങ്കിലും പിന്മാറില്ല. രൂപതയ്ക്കോ സഭയ്ക്കോ ആ മേഖലകളിൽ എസ്റ്റേറ്റോ വൻകിട സ്ഥാപനങ്ങളോ ഇല്ല. രൂപതാംഗങ്ങളായ ആളുകളും താരതമ്യേന കുറവാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാകണമെന്ന താൽപര്യങ്ങളുമില്ല. വ്യത്യസ്ത മതവിശ്വാസികളും രാഷ്ട്രീയ വിശ്വാസികളുമായ സാധാരണക്കാരുടെ ന്യായമായ അവകാശം സംരക്ഷിക്കാനാണ് സഭയും രൂപതയും നിലപാടുമായി മുന്നോട്ടു പോകുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ മതവ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി ജനദ്രോഹ നടപടിക്കെതിരെ മുന്നോട്ടു വരണമെന്നും ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ജനഹിതവും സത്യവും സർക്കാർ രേഖകളും അവഗണിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടയാനാണ് ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുന്നറിയിപ്പ് നൽകി. രൂപതാ വികാരി ജനറൽ പയസ് മലയക്കണ്ടം, അഡ്വക്കേറ്റ് AJ ദേവസ്യ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സിജുമോൻ K ഫ്രാൻസിസ്, ഫാദർ അരുൺ വലിയതാഴത്ത്, ഫാദർ തോമസ് J പറയിടം തുടങ്ങിയവർ പങ്കെടുത്തു. 36 വർഷം ഈ രൂപതയെ ഭരിച്ച ഒരു ആത്മീയ ആചാര്യനെതിരെ കേസെടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ പേരിലും നേതൃത്വത്തിലെ ഇരുപതിലെ വൈദികരും ഇവിടെ സഹോദരി സഹോദരന്മാരും ഒറ്റ മനസ്സോടെ ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി എന്നതാണ് സൂചിപ്പിക്കുക. ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന അവസ്ഥയിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്തി എന്നതാണ്. ആർക്കാണ് ഈ അധികാരം? ആരാണ് ഈ അധികാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത്? ബ്രിട്ടീഷുകാരും ചെയ്തിരുന്നു. ഭയപ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, തുറവിലടക്കുക. അത് കൊളോണിയൽ അജണ്ടയാണ്. പക്ഷേ ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഭരണകൂടമാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. അവരാണ് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരു ബിഷപ്പിന്റെ പേര് കേസെടുത്തേക്കുന്നത്. ഒരു നാടിന്റെ ആവശ്യത്തിനൊപ്പം നിന്നു എന്നതിന്റെ പേരിലാണ് അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ സഹിക്കുകയില്ല. ആ വേദനയുടെ അംശം പേറിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽക്കുക. ഈ റോഡ് 2005 വരെ യാത്രാ സൗകര്യങ്ങൾക്കായി ഉപയോഗിച്ച റോഡ്. ആ റോഡിലൂടെ ഞങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ബൈക്കിനും ജീപ്പിനും യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ അധികാരം ഫോറസ്റ്റ് ഇപ്പൊ കിട്ടിയത്? വിഷയം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ടെന്നും പാത തുറന്നു കൊടുക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കോതമംഗലം MLA ആന്റണി ജോൺ പറഞ്ഞു. കോതമംഗലം പെരുമ്പുറം റോഡിലാണ് അവിടെ പൂയംകുട്ടിക്ക് സമീപം ഇവിടെ ഇല്ലാത്ത അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വനം വകുപ്പ് അവിടെ അത് തടയുന്ന സമീപനം സ്വീകരിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഞാൻ സൂചിപ്പിച്ച് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ വിഷയത്തിന്റെ ഗൗരവം കണ്ടുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററും വലിയതായിട്ട് അച്ഛൻ കുട്ടമ്പുഴ പള്ളിയുടെ വികാരിയസിൽ ഇവിടെ ഈ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്നതാണ്. ഞങ്ങൾ വളരെ നിശ്ചിതമായി മുഖ്യമന്ത്രി കാര്യം കേൾക്കുകയുണ്ടായി. ജനങ്ങളുടെ സഞ്ചാരത്തിനായി തുടർന്നു കൊടുക്കണം എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനോടൊപ്പം ഞാനും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.